നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 728 പേർക്ക് കൂടി പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 1,51,528 ആയി. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 7 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതുവരെ 1,629 പേർക്ക് ഒമാനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി. 342 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗമുക്തി നേടി. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ രോഗികളിൽ 1,39,442 പേർ രോഗമുക്തരായിട്ടുണ്ട്. 92% ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 72 പേരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവർ ഉൾപ്പെടെ 356 പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 104 പേരുടെ നില ഗുരുതരമാണ്. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 7 മരണങ്ങൾ കൂടി ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. 367 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവരിൽ 277 പേർ രോഗമുക്തി നേടി. ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,75,020 ആയി. ഇവരിൽ 3,74,412 പേർക്കും രോഗം ഭേദമായി. ആകെ മരണസംഖ്യ 6,609 ആയി. രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി 3,999 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 584 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97%, മരണനിരക്ക് 1.7%. UAE-യിൽ 1,717 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,960 പേർ സുഖം പ്രാപിച്ചപ്പോൾ 5 പേർക്ക് കൂടി കോവിഡ് കാരണം ജീവൻ നഷ്ടമായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,37,479 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം UAE-യിൽ 4,40,355 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 4,22,969 പേരും ഇതിനോടകം രോഗമുക്തരായി. ആകെ 1,438 പേർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. കുവൈറ്റിൽ കുട്ടികളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുട്ടികളിൽ കോവിഡ് സ്ഥിരീകരിച്ചത് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കുന്നു. ഷെയ്ഖ് ജാബിർ ആശുപത്രിയിൽ ദിവസം 5 മുതൽ 8 കുട്ടികളെ വരെ കോവിഡ് പോസിറ്റീവായി കണ്ടെത്തുന്നുണ്ട്. സെപ്റ്റംബറോടെ അധ്യയനം സാധ്യമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറെടുക്കുന്നതിനിടയിലാണ് കുട്ടികളിലെ കോവിഡ് വർധന രേഖപ്പെടുത്തുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധ തുടരണമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ബ്രിഗേഡിയർ ജനറൽ ഡോക്ടർ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ വിവിധ ഗവർണറേറ്റുകളിലെ പോലീസ് അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനകൾ തുടരുമെന്നും നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. സാമൂഹിക അകലം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് 8,579 നടപടികൾ വിവിധ പോലീസ് ഡയറക്ടറേറ്റുകൾ സ്വീകരിച്ചു കഴിഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിന് 61,501 പേരിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തു. 7,023 ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇക്കാലയളവിൽ നടത്തുകയുണ്ടായി. മാർച്ച് 18 വരെയുള്ള കാലയളവിൽ മൊത്തം 2,13,207 ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ UAE-യിൽ താമസിക്കുന്ന 16 കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുമെന്ന് UAE ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 16 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ താമസക്കാർക്കും വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. പ്രായമായവർ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ തുടങ്ങി മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായുള്ള വാക്സിൻ വിതരണത്തിന് നീക്കിവെച്ച 6 ആഴ്ച കാലാവധി അവസാനിച്ചതോടെയാണ് എല്ലാ താമസക്കാർക്കും സൗജന്യ വാക്സിൻ വിതരണം ആരംഭിക്കുന്നത്. രാജ്യത്തെ 205 ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി വാക്സിൻ സൗജന്യമായി ലഭിക്കും. ഇതിനായി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കൽ നിർബന്ധമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലോക സന്തോഷ സൂചികയിൽ അറബ് മേഖലയിൽ സൗദി അറേബ്യ ഒന്നാമതെത്തി. അന്താരാഷ്ട്ര തലത്തിൽ 21ാമതാണ് സൗദിയുടെ സ്ഥാനം. UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് പുറത്തുവിട്ട 149 രാജ്യങ്ങളുടെ പട്ടികയിലാണ് സൗദി അറേബ്യ മികച്ച സ്ഥാനം നേടിയത്. കോവിഡ് വ്യാപനത്തിനെതിരെ രാജ്യം സ്വീകരിച്ച നടപടികൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, ഇവ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു വിലയിരുത്തൽ. പട്ടികയിൽ അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായ 4ാം തവണയും ഫിൻലാൻഡ് ഒന്നാമതെത്തുകയായിരുന്നു. അബുദാബിയിൽ പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളിയാൽ 1000 മുതൽ 1,00,000 ദിർഹം വരെ പിഴ. വേണ്ട വിധത്തിൽ നിശ്ചിത സ്ഥലത്ത് മാത്രമേ മാലിന്യം നിക്ഷേപിക്കാവൂ എന്ന് അബുദാബി ഗതാഗത നഗരസഭയും മാലിന്യ നിർമ്മാർജ്ജന വിഭാഗമായ തദ്വീറും മുന്നറിയിപ്പ് നൽകി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. വാഹനത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തെറിഞ്ഞാൽ ഡ്രൈവർക്ക് 1000 ദിർഹം പിഴയും 6 ബ്ലാക്ക് പോയിന്റും ശിക്ഷയുണ്ടാകും. കൃഷി, പൂന്തോട്ട മാലിന്യങ്ങളും കെട്ടിട നിർമ്മാണ വസ്തുക്കളും അനുമതിയില്ലാത്ത സ്ഥലത്ത് നിക്ഷേപിച്ചാൽ 10,000 ദിർഹം പിഴ ഈടാക്കും.
വിദേശത്ത് നിന്ന് 2 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്ത് മുംബൈയിലെത്തുന്നവർക്ക് ക്വാറന്റീനിൽ ഇളവ് നൽകും. ബ്രിഹാൻ മുംബൈ കോർപ്പറേഷനാണ് ഇളവ് നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പശ്ചിമേഷ്യയിൽ നിന്നും UK, യൂറോപ്പ്, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഇളവ് ലഭിക്കും. 7 ദിവസം നീളുന്ന ക്വാറന്റീൻ കാലയളവാണ് ഇളവ് ചെയ്ത് നൽകുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കും 5 വയസ്സിന് താഴെയുള്ളവർക്കും BMC ഇളവ് നൽകും. ക്യാൻസർ, സെറിബ്രൽ പാൽസി തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും ക്വാറന്റീൻ ആവശ്യമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.